അങ്ങനെ ഞങ്ങൾ ഫുജിയറിലെത്തി. സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ലോബിയാണിത്. ലോബി കണ്ടപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ റൂം കണ്ടപ്പോൾ ഈ റൂം കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും ഒട്ടും ഇഷ്ടമായില്ല. ഒരു സ്റ്റേക്കേഷന് പറ്റിയ റൂമേ അല്ലായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ പോയ സ്റ്റേക്കേഷൻ്റെ റൂമൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഈ സ്റ്റേക്കേഷനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് നല്ല വൈബുള്ള റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തമാശ പറയുക. പിന്നെ മെയിനായിട്ട് അവിടുത്തെ പൂളിൽ പോകും. പിന്നെ ഇവിടുത്തെ പൂളിനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ. രണ്ടുപേരും ചാടിയാൽ അത്രയ്ക്കും നിറഞ്ഞു നിൽക്കും. അത്രയും ചെറുതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പണി തന്നതാണ്. പണി തന്ന രണ്ടാൾക്കാരാണ് ദാ ഈ കാണുന്നത്. വേറെ ആരുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരായതുകൊണ്ട് മാത്രം അവരെ പഞ്ഞി കിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ വിചാരിച്ചു ശരി റൂമിൽ ഇരിക്കേണ്ട, പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള അംബ്രല്ല ബീച്ചിലോട്ട് ഇറങ്ങി. ഈ അംബ്രല്ല ബീച്ച് നല്ല രസം. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഐസ്ക്രീം കഴിക്കാന്ന്. പിന്നെ ഇവിടുത്തെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. 3 ദിർഹംസേ ഉള്ളൂ. റേറ്റ് കുറഞ്ഞതുകൊണ്ട് ടേസ്റ്റ് എന്നല്ല, അല്ലാതെയും ടേസ്റ്റാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോർഫക്കാനിലോട്ടാണ്. അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് പോയത്. പിന്നെ ഒത്തിരി ലേറ്റായി. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പിസ്സ ഹട്ടിൽ നിന്ന് സ്പൈസി റാഞ്ചസും ക്ലാസിക് റാഞ്ചസും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.